ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ബാഗിലായിട്ട് വന്നിട്ടില്ല. നമ്മൾ നാളെ ഒരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ആ ട്രിപ്പിനുള്ള ബാഗ് പാക്കിങ്ങാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ നോക്കണ്ട. ഇപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞൂസ് ഇപ്പോൾ ഉറങ്ങുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ബാഗ് പാക്കാതെ നടക്കും, അല്ലെങ്കിൽ ഓനെല്ലാം 4 ഭാഗത്തേക്കാക്കും. അപ്പം നമുക്ക് ഓരോന്ന് തന്നെ തുടങ്ങും. പക്ഷെ ഞാൻ ഇപ്പോൾ ആദ്യം എടുത്തു വെക്കുന്നത് കുഞ്ഞൂസിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഓന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ സ്ഥലത്ത് പോകുമ്പോഴും ഒരു കുറേ ഡ്രസ്സ് കൊണ്ടുവരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ കൊണ്ടുപോകുന്നു കുറേ ഡ്രസ്സ്. അവൻ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഫുൾ ദേഹത്തിലാക്കുന്നതിനാണ് കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് പാക്കിങ് തുടങ്ങാം. അപ്പോൾ ഇത്ര വലിയ ബാഗിലാണ് നമ്മൾ 2 ഡ്രസ്സ് നമ്മൾ വെക്കുന്നത്. റിജോട്ടന് ഇന്നലെ പാക്കാക്കിയിരുന്നു. അപ്പോൾ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഇന്നലെ പാക്കാക്കി. ഇപ്പം നമുക്ക് പാക്കാക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഡ്രസ്സ് എടുത്ത് വെക്കാം. ഇതിൽ 3 ഡ്രസ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ പാൻറ്റ് അങ്ങനത്തെ നല്ല ഷോർട്ട്സും ബനിയനും അങ്ങനത്തതാണ് അധികം ഇട്ട് കൊടുക്കാറ്. പാൻറ്റെല്ലാം ഇടുമ്പോൾ വലിയ ചെക്കനായ പോലെയുണ്ട്, ചെറുതല്ലേ. അപ്പോൾ വലിയ ചെക്കനെ പോലെയൊന്നും തോന്നിക്കണ്ട പറഞ്ഞിട്ട് നമ്മൾ അധികം ഇങ്ങനത്തെ കേട്ടോ ഇട്ട് കൊടുത്തത്. കുറച്ചധികം തന്നെ ഉണ്ടോ അവരുടെ ഡ്രസ്സ്. ഈ ബാഗിൽ പാതി മുക്കാലോളം മോൻ്റെ ഡ്രസ്സാണ്. എൻ്റെ വെക്കാനേ സ്ഥലമില്ല. ഇതെല്ലാം തണുപ്പിനിടാൻ പറ്റിയ ഡ്രസ്സാണ്. അപ്പോൾ ഇത് കുറച്ചധികം ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സ് അധികം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പാൻറ്റാണ് അപ്പോൾ ഇത്. ഇങ്ങനത്തെ എല്ലാം ഡ്രസ്സ് ഇട്ടാൽ ഈ ഒരേപോലത്തെ വരുന്നില്ല. ഇങ്ങനത്തെ എല്ലാം ഡ്രസ്സ് കുട്ടികളിട്ടിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ കുഞ്ഞൂസിന് അധികം ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇടാറുള്ളത്. ഇട്ട് കൊടുക്കാറുള്ളത് ഇങ്ങനത്തെ ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ കുട്ടികളിടുന്ന കാണാൻ വെച്ച്. അപ്പം അധികം ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഓൻ്റെത് കഴിഞ്ഞു. പിന്നെ ഓൻ്റെ കുറിയുടെ ഒരിതാണ് പൗഡർ, പിന്നെ ഒരു കൺമഷി. ഇത് രണ്ടും ഞാൻ ഇതിൻ്റെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെൻ്റെ ബ്രഷ് മറക്കണ്ട പറഞ്ഞിട്ട് ഇന്നലെ എടുത്ത് വെച്ചതാണ്. അത് ഇതിലുണ്ട്. പിന്നെ കുറി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു കോൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഇത് കുഞ്ഞൂസിൻ്റെ മെയിൻ സാധനമാണ്. ഇതാണ്. അത് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു കവറിലാണ് കേട്ടോ എടുത്ത് വെച്ചത്. ഈ ഒരു കവർ അത് ഞാൻ സെറ്റാക്കി വെച്ചു. പിന്നെ രാത്രിക്ക് ഇടാൻ വേണ്ടിയിട്ട് 3 ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും പിന്നെ 2 പാൻറ് ഉണ്ട് കേട്ടോ. അത് ഇതിൽ വെച്ചിട്ടാണ് വെക്കണത്. അപ്പോൾ ഓൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ മെയിൻ ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ കൊണ്ടുവന്ന് ഈ ഒരു സാധനമാണ് കേട്ടോ, വൈറ്റ്സ്. എവിടെ പോകുമ്പോഴും എൻ്റെ ബാഗിൽ ഈ ഒരു സാധനം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതിൽ ഇതിൻ്റെ ഒരു കുറവിന് വേണം. പിന്നെ എൻ്റെ ഡ്രസ്സാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചുരിദാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ജീൻസും ഒരു ടോപ്പും. ഈ ടോപ്പ് എനിക്ക് അമ്മടി തന്നതാണ് കേട്ടോ. നല്ലൊരു ടോപ്പാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൈയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇങ്ങനത്തെ ഒരു മൂക പോലത്തെ ഒരു കൈയാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെ വരുന്നത് രണ്ടാമത്തെ ഒരു ജീൻസാണ് കേട്ടോ. പക്ഷെ ആ ജീൻസ് ഇതുവരെ അടിച്ചിട്ട് കിട്ടിയിട്ട് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റിചേച്ചി വാങ്ങിത്തന്ന ടോപ്പാണ് കേട്ടോ മിനിയാന്ന്. അപ്പോൾ ഊട്ടിക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു ടോപ്പാണ്. അപ്പം നമ്മൾ എവിടെ ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഊട്ടിക്കാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത്. ഞാൻ അറിയാണ്ട് ഇതിൽ പറഞ്ഞു പോയി. പിന്നെ തോർത്ത്. ഈ തോർത്തിൻ്റെ ഉള്ളിൽ ഞാൻ കുഞ്ഞൂസിൻ്റെ സോക്സ് വെച്ചിട്ടുണ്ട്. 3 സോക്സ് വെച്ചിട്ടുണ്ട്. അത് മറക്കണ്ട പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഇതിൽ ചുരുട്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് അത് നേരെ ഭദ്രമായിട്ട് ഇതിൽ വെക്കാം.
പിന്നെ രാത്രി കാടുന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ളത് 2 നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. ഇത് പാൻറ്റ് ബനിയൻ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പുതിയത് വാങ്ങിയതാണ് കേട്ടോ, പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് ഇത്. എനിക്ക് പോകുമ്പോൾ ആടുന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അടുക്ക് വാങ്ങിയതാണ്. പിന്നെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അവിടെ പോയിട്ട് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ രണ്ടും ഒരേപോലത്തെ തന്നെ. പിന്നെ വന്നിട്ടുള്ളത് കുഞ്ഞൂസിന് തണുപ്പിലിടാൻ പറ്റിയ നല്ലൊരു ജാക്കറ്റാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മ ഊട്ടിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചേച്ചി തന്നതാണ് കേട്ടോ കുഞ്ഞൂസിന് ഇത്. അപ്പോൾ അതും ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഞാൻ ബാഗ് പാക്ക് ആക്കുമ്പോൾ ഇതിൽ വെക്കുന്നില്ല, കാരണം നമുക്ക് ഇതോന് പോകുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ളത്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആടുന്ന് വാങ്ങിയ കോട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞൂസിന്. ഇപ്പോൾ അത് കണക്കുണ്ട്. പിന്നെ അവിടെ പോയിട്ട് അവൻ ഇടുമോയെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല, എന്നാലും വെറുതെ ഇതൊന്ന് കൈമ പിടിക്കും. നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോട്ട് സെറ്റാക്കി. അതിൻ്റെ പാൻറ്റാണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവിടെ വാങ്ങിയതാണ് ഈ ഒരു സാധനം. അപ്പോൾ അതും ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻറ്റ്. പിന്നെ ഈ ഒരു സാധനം ഇത് ഞാൻ കാണിക്കുന്നില്ല, ഇതെൻ്റെ സാധനം. അപ്പം നമ്മളെ ബാഗ് പാക്കിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ കുറി കമ്മീഷൻ അതൊക്കെ ഞാൻ എൻ്റെ ചെറിയ ബാഗിലാണ് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഊട്ടിയിലെ വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.